മതരാഷ്ട്രവാദം ഇന്ത്യയിലും സാർവദേശീയ തലത്തിലും എന്നുള്ളതിൽ സാർവദേശീയ തലത്തിലാണ് ഇപ്പോൾ ഒരുപാട് കാര്യം ഇവിടെ പറഞ്ഞത്. ഇനി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പറയാത്ത കാര്യം ഉൾപ്പെടെ ചേർത്ത് ഇവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ഒരു ലോകം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനേക്കാളും ഉപരിയായി മറ്റു ചില വിഷയം ചർച്ച ചെയ്യേണ്ടുന്നതിലേക്ക് നമ്മൾ ലോകത്തിയിരിക്കുകയാണ്. അത് ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് സാമ്രാജ്യത്വം, തീവ്ര വലതുപക്ഷം, സാധാരണ വലതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷം, അതിൻ്റെ തലപ്പത്താണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും ഉള്ളത്. നമ്മൾ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ആഗോളവൽക്കരണ നിലപാടിൻ്റെയും അതിൻ്റെ സാമ്രാജ്യത്വവൽക്കരണത്തെയും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗോളവൽക്കരണത്തിന് മുമ്പ് ലോകത്ത് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോയപ്പോൾ, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് അവസാനം, ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സാമ്രാജ്യത്വവും മുതലാളിത്തവും അവരുടെ ഗുരുതരമായ ഭവിഷ്യത്തുളവാക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടുണ്ട്. അത് കയറിയത് കെയ്ൻസിൻ്റെ തിയറി അനുസരിച്ചുകൊണ്ടാണ്. മുതലാളിത്ത വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഗവൺമെൻറ് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടണം എന്നായിരുന്നു. അത് ഇടപെടാൻ പാടില്ല എന്നായിരുന്നു കെയ്ൻസിൻ്റെയും തിയറിക്ക് മുമ്പുള്ള എല്ലാവരുടെയും ധാരണ. കമ്പോള സമ്പദ് വ്യവസ്ഥയും എല്ലാം സ്വതന്ത്രമായി വളരണം, അതിൽ ഗവൺമെൻറ് ഇടപെടുന്ന നില സ്വീകരിക്കാൻ പാടില്ല. അതിലൂടെയാണ് പ്രതിസന്ധി ഉണ്ടായത്. വാങ്ങൽ കഴിവ്, ശേഷി കുറഞ്ഞു, കെട്ടിക്കിടക്കാൻ തുടങ്ങി, തൊഴിലില്ലായ്മ പെരുകി, എല്ലാ പ്രശ്നത്തിലേക്ക് വന്നു. സോവിയറ്റ് റഷ്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ആ പ്രതിസന്ധി അഭിമുഖീകരിക്കാതെ ഒരേ ഒരു രാജ്യമായിട്ട് സോവിയറ്റ് റഷ്യ നിലകൊണ്ടു. ഏതാണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ ബ്രിട്ടൻ ചേർന്ന ഒരു വലിയ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കെയ്ൻസിൻ്റെ പുതിയ തിയറി അനുസരിച്ച് ഗവൺമെൻറ് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടണം എന്ന് പറയും. അതിൻ്റെ ഉൽപ്പന്നമാണ് നമ്മൾ കാണുന്ന പൊതുമേഖലയും പൊതുവിതരണവും ഒക്കെ. അത് മുതലാളിത്ത തകർച്ചയിൽ നിന്നും മുതലാളിത്തത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെ ഉപയോഗിച്ച മാർഗമായിരുന്നു. ആ മാർഗം ഉപയോഗിച്ചും സാമ്രാജ്യത്വമാണ് വളർന്നത്, ശക്തിപ്പെട്ടത്. 10-20-30 കൊല്ലം മുമ്പ്, ഇപ്പോൾ 2-3 പതിറ്റാണ്ടായി തുടങ്ങിയിട്ട്, ഇവർ തന്നെ ഗവൺമെൻറ് മാർക്കറ്റിൽ, കമ്പോളത്തിൽ, സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടുക എന്നത് മാറ്റിയിട്ട് പറഞ്ഞു, ഇനി ഗവൺമെൻറ് ഇടപെടേണ്ടതില്ല. കാരണം സ്വതന്ത്രമായി വികസിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തോടുകൂടി വിശദീകരണങ്ങൾ വന്നു. ലോകമെല്ലാം ഒരു ഗ്ലോബൽ വില്ലേജ് പോലെയാണ്. എവിടെയും പോകാൻ, എവിടെയും കൂടുകൂട്ടാൻ, എവിടെയും പ്രവർത്തിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം. സാമ്രാജ്യത്വ മുദ്രാവാക്യം തന്നെയാണ്, വളരെ ശക്തിയായ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, തീരുക. അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ കാഴ്ചപ്പാട്. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനെ തടയാൻ പാടില്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരട്ടച്ചുങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ സമ്പദ് വ്യവസ്ഥ സ്വതന്ത്രമാക്കിയ മുതലാളിത്തത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ ഒരു പുതിയ ഏട്, അതാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോഴും സാമ്രാജ്യത്വം തന്നെ ശക്തിപ്പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുകയാണ്. തീവ്ര വലതുപക്ഷം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് വരുന്ന പുതിയ സാഹചര്യം ലോകത്ത് രൂപപ്പെട്ടു വരികയാണ്, ട്രംപിൻ്റെ ഉൾപ്പെടെ. ഇപ്പോഴെന്താ സ്ഥിതി?
ഇപ്പോഴീ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വില്ലേജും ഇല്ല, ലോകമാകെ ഒരു തറവാട് പോലെ ആർക്ക് എവിടെയും കൂട്ടുകയറാം, എവിടെയും പോകാം, എന്തും ചെയ്യാം, എന്തും സാധനങ്ങളും ഇറക്കുമതി ചെയ്യാം, കയറ്റുമതി ചെയ്യാം എന്നെല്ലാം പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോഴേകപക്ഷീയമായി ഒരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള തീരുമാനമോ വരാതെ ഞാൻ ഈ ലോകത്തിന് തന്നെ പ്രസിഡന്റാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ദിവസവും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത, അദ്ദേഹത്തിന്റെ താല്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ശക്തിയായി പ്രതിരോധിക്കണം തോന്നുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നരേന്ദ്രമോദി പൂർണ്ണമായിട്ടും ഈ സാമ്പ്രദായിത്വത്തിന് കീഴടങ്ങിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശക്തിയായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവാൻ ഇപ്പോഴും ആയിട്ടില്ല. ചില ആലോചനകളൊക്കെ നടന്നു എന്നുള്ളതിൻ്റെ ചില വാർത്തകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് ലോകം ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ പോവാണ്. ആ പ്രതിസന്ധി വളരെ മുമ്പ് തന്നെ ഉള്ളതാണല്ലോ, മുതലാളിത്ത പ്രതിസന്ധി തന്നെയാണ്. ആ മുതലാളിത്ത പ്രതിസന്ധിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് 24-ാം പാർട്ടി കോൺഗ്രസിൽ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ട്രംപ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 4 സാർവദേശീയ വൈരുദ്ധ്യങ്ങൾ ലോകത്ത് സാമൂഹ്യ പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നിയമപരമായിട്ട് ന്യായമാകമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അത് സോവിയറ്റ് റഷ്യ ഉള്ളത് കൊണ്ട് ഉണ്ടായതല്ല, അതുകൊണ്ട് സോവിയറ്റ് റഷ്യ ഇല്ലാതായതുകൊണ്ട് ഇല്ലാതാവുകയും ചെയ്യില്ല. സോഷ്യലിസവും സാമ്രാജ്യത്വവും 2 വ്യവസ്ഥകളാണ്. മാർക്സും എംഗൽസും എല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് മാറാതെ തരയില്ല. ഈ സമ്പത്തിന്റെ കേന്ദ്രീകരണം കൂടിക്കൂടി വരികയാണ്. അത് വികേന്ദ്രീകരിക്കാതെ ലോകത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അനിവാര്യമായും സോഷ്യലിസവും കമ്മ്യൂണിസ്റ്റിലും ലോകം മാറും. എന്നാൽ 1848 സോവിയറ്റ് റഷ്യയോ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് രാജ്യമാവുകയോ ചൈനീസ് വിപ്ലവം നയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് സമ്പദ് വ്യവസ്ഥയെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട്. ആ പരിശോധന പിന്നീട് മൂലധനം രചനയോടുകൂടിയാണ് ശാസ്ത്രീയമാവുന്നത്. സാങ്കല്പികമായിട്ട് ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയിട്ടുള്ളത് പിന്നീട് കൂടുതൽ പഠിച്ച് വ്യക്തതയോടുകൂടി ഒരു ശാസ്ത്രീയമായ നിലപാട് മുതലാളിത്തത്തിന്റെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് മിച്ചമൂല്യ സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഞാൻ അതിൻ്റെയും വിശദീകരണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാമ്രാജ്യത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പരസ്പര വൈര്യം ഒന്നിനെ മാറ്റി ഒന്ന് പകരം വെക്കുക തന്നെയാണ്, ഒരു വേറെ വഴിയൊന്നുമില്ല. വളരെ ലളിതമാണ് കാര്യം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഏത് മതമായാലും മതരാഷ്ട്രമായാലും അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രം ഇതാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം, ഏത് മതത്തിനും ഏത് മതത്തിന്റെ ഭാഗമായിട്ടുള്ള വർഗീയതക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് എന്തുകൊണ്ടാണ്? വളരെ ലളിതമാണ്. ഉൽപാദനോപാധികൾ മുഴുവൻ സ്വകാര്യ ഉടമസ്ഥതയിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാർക്സിനെ കോട്ട് ചെയ്താൽ മിച്ചമൂല്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമ്പത്ത് കുന്നുകൂടും. കാരണം ചൂഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അതാണ്, ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത. അപ്പോൾ മറുഭാഗത്ത് ദരിദ്രരായ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ഇങ്ങനെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധിയുടെ അവസാനം മുതലാളിത്തത്തിന്റെ അവസാനം തന്നെയാണ്. അതിന് വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ അതെന്താണ്? അത് വളരെ ലളിതമായ കാര്യമാണ്. അത് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം സാമൂഹ്യ ഉടമസ്ഥതയാണ്. ഉൽപാദനോപാധികളുടെ സാമൂഹ്യ ഉടമസ്ഥതയോടെ ഏത് മതരാഷ്ട്രമായാലും പിന്നീട് സമ്പന്നർ കൂടുതൽ സമ്പന്നരാവില്ല. അടിസ്ഥാനപരമായ മാറ്റാണ്, മൗലികമായ മാറ്റാണ്. ഇതിലേക്കാണ് ലോകം മാറേണ്ടത്. ഈ മാറ്റത്തെ തടസ്സപ്പെടുത്താനുള്ള നിരവധി പ്രക്രിയകളിലൊന്നാണ് മതരാഷ്ട്ര സിദ്ധാന്തം. ലോകത്ത് എവിടെയായാലും ഇത് പറയാതെ നമ്മൾ മതരാഷ്ട്രത്തെ പറ്റി പറഞ്ഞ ഒരു കാര്യമില്ല.
അപ്പോൾ ആത്യന്തികമായി സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ശത്രുവാണ് ഏത് മതമൗലികവാദ മതരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ വക്താക്കളും. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി മതത്തോടുള്ള നമ്മുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടിയിട്ടുണ്ട്, വിശ്വാസത്തോടുള്ള നമ്മുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് ഇന്ത്യയിലെ മതവർഗീയവാദികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്ക് കടക്കാം. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മതവും, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവാണ് ലളിതമായിട്ട് പറഞ്ഞത്, ഒരു മതവും യഥാർത്ഥത്തിൽ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ദർശനവും മുന്നോട്ടേക്ക് വെച്ചിട്ടില്ല. ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഉൾപ്പെടെ ഒരു ദർശനവും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ പരസ്പരം ഏറ്റുമുട്ടേണ്ടുന്ന ഒരു ദർശനവും മുന്നോട്ടേക്ക് വെക്കാതെ കൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് സത്ത ഒന്നാണെന്നും. സർവ മതസമ്മേളനത്തിൽ കൃത്യമായിട്ട് സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സംഘാടകനായിട്ട് നിന്നുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞു എല്ലാ വ്യത്യസ്ത മതങ്ങളുണ്ട്, പക്ഷേ സൂക്ഷ്മാംശത്തിൽ എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്നും. അപ്പൊ ഇന്നത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ മതത്തെയാണോ നമ്മൾ കടന്നാക്രമിക്കേണ്ടത്? അല്ല. മതബോധത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ച്, ലക്ഷ്യം വെച്ച് ഭരണാധികാരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള മതത്തെ ഉപയോഗിച്ചുള്ള വർഗീയതയാണോ എന്ന പ്രശ്നം നമ്മുടെ മുമ്പിൽ വളരെ സജീവമായിട്ട് വരികയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മതവർഗീയതയാണ് എതിർക്കേണ്ടത്. അതിൽ മതരാഷ്ട്ര സിദ്ധാന്തം ഉൾപ്പെടെ ഹിന്ദുത്വ രാജ്യം, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രം ഉൾപ്പെടെ എല്ലാം വരും. അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ. മതരാഷ്ട്രവാദം അതാണ് വർഗീയത, മതബോധമല്ല. മതബോധത്തിന്റെ മേലെ ഒരു കാര്യം കൂടി പറഞ്ഞാലേ അത് പൂർണ്ണമുള്ളൂ. യഥാർത്ഥ വിശ്വാസിയൊന്നും വർഗീയവാദിയല്ല. അതൊന്നും കൂടി ഞാൻ പറയാം. വിശ്വാസിക്ക് വർഗീയതയില്ല, വിശ്വാസമേ ഉള്ളൂ. വിശ്വാസത്തിന്റെ മേലെ കെട്ടിവെക്കുന്ന മറ്റൊരു രാഷ്ട്രീയ അടവ് സമീപനമാണ് വർഗീയത. നമ്മൾ അങ്ങനെ തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വിശ്വാസിക്ക് വർഗീയതയില്ല. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞാലേ മനസ്സിലാക്കുക, വർഗീയവാദിക്ക് വിശ്വാസമില്ല. ഒരു വർഗീയവാദി നിങ്ങൾ സൂക്ഷിച്ച് പരിശോധിച്ചോ, ഇവിടെ പറഞ്ഞില്ലേ ജിന്നേനെ പറ്റി, എന്ത് വിശ്വാസമുള്ളത്? വർഗീയവാദിക്ക് വിശ്വാസമില്ല. വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് വർഗീയവാദി ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളും സ്ഥാനങ്ങളും അമ്പലങ്ങളും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അധികാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ചവിട്ടുപടിയായി വിശ്വാസിയെയും വിശ്വാസത്തെയും ഉപയോഗിക്കുകയാണ്. ഇതാണ് ഹിന്ദുത്വ മുദ്രാവാക്യം വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രക്രിയ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുക, വിശ്വാസി വർഗീയവാദിയല്ല. വർഗീയവാദിക്കൊട്ട് വിശ്വാസമില്ല. വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് വിശ്വാസികളെ അതിന്റെ ഭാഗവാക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മളായ കമ്മ്യൂണിസ്റ്റുകാരായ ഇടതുപക്ഷക്കാരായ അല്ലെങ്കിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? എൻ്റെ അഭിപ്രായം, കുറേ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹം, ജനാധിപത്യ വിപ്ലവം നടക്കാത്ത ഒരു രാജ്യം, മനുസ്മൃതിയും ചാതുർവർണ്ണ വ്യവസ്ഥയും ഇപ്പോഴും ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ട് മാറ്റം വരുത്തേണ്ടതാണ് എന്ന് പറയുന്നതിൽ യാതൊരു പ്രയാസമില്ലാതെ ആ അശ്ലീലം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ചാളല്ല, നല്ല ഒരു വലിയ വിഭാഗം ആളുകൾ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം, അതാണ് ഇന്ത്യ. നമ്മളിപ്പോൾ RSSനെയും BJPയെയും സംഘപരിവാർ വിഭാഗത്തെയും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള BJP ഗവൺമെന്റിനെയും ഒക്കെ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഇവർക്ക് അവിടെ എത്താൻ സാധിച്ചതിൻ്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ അടിത്തറ എന്താണെന്നുള്ളതാണ്. അടിത്തറ ഫ്യൂഡൽ ജീർണത തന്നെയാണ്.
ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവമാണ് ലോകത്ത് എവിടെയായാലും. 400 കൊല്ലക്കാലമായി തുടങ്ങിയിട്ട് നിരവധി രാജ്യങ്ങളിൽ അത് വിപ്ലവം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബൂർഷ്വാസിയുടെ നേതൃത്വം തന്നെ ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം എന്ന് അതുകൊണ്ടാണ് അതിന് പേര് വിളിച്ചത്. അങ്ങനെ ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം നടക്കാത്ത ഒരു നാടാണ് ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടണമെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ കെട്ടിയാൽ മാത്രം പോരാ, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കണം, ജന്മിത്വം അവസാനിപ്പിക്കണം എന്നുകൂടി പറഞ്ഞ പാർട്ടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. CPI അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ജന്മിത്വം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ജന്മിത്വം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിപുലമായ അർത്ഥം. അത് ജനാധിപത്യ വിപ്ലവമാണ്. അല്ലാതെ ബ്രിട്ടീഷുകാർ പോയതുകൊണ്ട് മാത്രം കാര്യം ശരിയാവില്ല. ശരിയായി നമുക്ക് മനസ്സിലായില്ലേ? 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജനാധിപത്യ വിപ്ലവത്തിന്റെ കടമകൾ പൂർത്തീകരിച്ചില്ല എന്ന് മാത്രമല്ല, പൂർത്തീകരിക്കാതെ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഫ്യൂഡൽ ജീർണതയെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ കൂടി ചേർത്തുകൊണ്ട് ഇന്ന് ഇത്രയും കൊല്ലം റിപ്പബ്ലിക്കായിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഭരണഘടനയെ മാറ്റുന്നതിന് ഉപയോഗിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികമായ കാഴ്ചപ്പാട് മനുസ്മൃതിയാണെന്നും ആ മനുസ്മൃതി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിലൂടെ ഇന്ത്യയെ മുന്നോട്ടേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് സനാതന ധർമ്മം അങ്ങനെയാണ് പ്രായോഗികമാകാൻ പോകുന്നത് എന്നും പ്രചരിപ്പിക്കുന്ന ആ പ്രചരണത്തിന് നല്ല രീതിയിൽ അംഗീകാരം കിട്ടുന്ന, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ ആയാലും 10-25 സീറ്റ് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയെന്നെല്ലാം പറഞ്ഞല്ലോ. ഞാനതിലേക്കൊന്നും ഇപ്പം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സ്വതന്ത്രമായ ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇപ്പോഴെന്താണ് എന്ന വർത്തമാന കാലഘട്ടത്തിലെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും അത്. ഞാനത് അവസാനം പറയാൻ പറ്റതാണ്. ഞാനിപ്പോഴത് പറയുന്നില്ല. പക്ഷെ വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു പോകുന്നത്, സാമ്രാജ്യത്വവും അതുപോലെ തന്നെ സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിയായിട്ട് തുടരുന്ന ഈ കാലത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർത്തമാന ഇന്ത്യയിൽ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും വർഗീയതയുടെയും പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ സാർവദേശീയ തലത്തിലുള്ള ഈ വൈരുദ്ധ്യത്തെ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ചൈനക്കെതിരായിട്ട് ഇപ്പോൾ ട്രംപ് ഇന്ത്യക്കെതിരായിട്ടാണ് 50% ഇപ്പോൾ തീരുവ പ്രഖ്യാപിച്ചത്. 50%. ചൈനക്കെതിരായിട്ട് 50% ഇല്ലല്ലോ. ഇന്ത്യ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചങ്ങായി. എന്നിട്ട് നമുക്ക് 50%. ചൈനക്ക് 30%, നമ്മളെക്കാളും 20% കുറവ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ നമ്മൾ ഇങ്ങോട്ട് കയറ്റി, റഷ്യ എന്ന് കേൾക്കുമ്പോൾ തിരിതിരിക്കും, അത് മുതലാളി റഷ്യയാണ്. പല ആളുകളും തലയിൽ ഈ പഴയ റഷ്യയുടെ ഒരു ബോധമുണ്ട്. മുതലാളിത്തം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചേർത്ത് ചൈനയെ വളയാനാണ് അമേരിക്ക പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വർത്തമാനകാലത്ത് തന്നെ അതിൽ ആസ്ട്രേലിയയെ ഉൾപ്പെടുന്നുണ്ട്, ജപ്പാനെ ഉൾപ്പെടുന്നുണ്ട്, ഇന്ത്യയെ ഉൾപ്പെടുന്നുണ്ട്, അമേരിക്കയും ചേരുന്നുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ചൈനയെ വളയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ചൈന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പന്ന രാഷ്ട്രത്തിന്റെ പട്ടികയിലേക്കും മെല്ലെ മെല്ലെ ഉയർന്നു വരികയാണ്. അമേരിക്ക ഗുരുതരമായ പ്രതിസന്ധിയിലേക്കും വന്ന് ചാടുകയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വൈരുദ്ധ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ കണ്ടത്. സാമ്രാജ്യത്വവും ഈ പറയുന്ന സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം. രണ്ടാമത് 3 ലോകരാജ്യം, ഇപ്പം ഗാസ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞല്ലോ, 3 ലോകരാജ്യങ്ങളും സാമ്രാജ്യത്വ രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം. ഇസ്രയേലിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന അമേരിക്കയാണ്, അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇന്ത്യയും. ആ വൈരുദ്ധ്യം ശക്തിപ്പെട്ട് നിൽക്കുക തന്നെയാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ലോകത്തെമ്പാടുമുള്ള രാജ്യത്തിലെ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. മൂലധനവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം അതും ശക്തിപ്പെട്ട് വരികയാണ്, അമേരിക്ക ഉൾപ്പെടെ. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ നമ്മൾ ലോകത്തിലെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ പരിശോധിച്ച് നോക്കിയാൽ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുതലാളിത്തത്തിൻ്റെ ഈ ചൂഷണത്തിനെതിരായിട്ട്. ഇപ്പോൾ ഈ 3 ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുമ്പോൾ പൊതുവേ കണ്ടിരുന്ന ഒരു കാര്യം, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം മുമ്പത്തെ പോലെ നിലനിൽക്കുന്നില്ല എന്നാണ് കരട് പ്രമേയത്തിൽ ഞങ്ങൾ എഴുതി വെച്ചത്. പക്ഷേ കരട് മാറ്റി ശരിയായ രാഷ്ട്രീയ പ്രമേയമാക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുന്ന സന്ദർഭമാകുമ്പോഴേക്ക് ചിത്രം മാറുകയാണ്.
ആ മാറുന്നതിന്റെ ഭാഗമായിട്ട് ഞാനിത് പറയുന്നത് 2 ലോകമഹായുദ്ധങ്ങൾ നടന്നത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ പറയുമ്പോൾ പറഞ്ഞല്ലോ ബഹുമാനായ CD ട്രംപ് പറഞ്ഞത് ഇനി യുദ്ധം വേണ്ട എന്ന് ഇവർ തീരുമാനിച്ചതല്ല, ഇവരാണ് യുദ്ധം ചെയ്തത്. സാമ്രാജ്യത്വമാണ് 1-ാം ലോകമായുധവും 2-ാം ലോകമായുധവും ഉണ്ടാക്കിയത്. അവർ തമ്മിലുള്ള വൈരുദ്ധ്യം കൊണ്ടാണ്. ഇപ്പോഴും ഈ ലോകത്തിന്റെ മുമ്പിൽ തീവ്ര വലതുപക്ഷമായിട്ട് നിൽക്കുന്നതിന്റെ നേതൃത്വ സ്ഥാനത്തുള്ള ട്രംപ് നോബൽ സമ്മാനവും സമാധാനത്തിന്റെ സമ്മാനവും ഏത് സമ്മാനവും വാങ്ങുന്നതല്ല, അതല്ല അവർക്ക് തന്നെ കൊടുക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ചാടിപ്പോയ ഇന്നത്തെ പരിസ്ഥിതിയിൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വ നിലപാടിന്റെ ഒപ്പം ആരെല്ലാം നിൽക്കും, ആരെല്ലാം നിൽക്കില്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എവിടെയാണ് നിൽക്കാനാവുക എന്നത് ഇന്നല്ല നാളെ കൃത്യതയോടുകൂടി മറുപടി പറയേണ്ടി വരും. ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും. കേരളം ഉൾപ്പെടെയുള്ള ജനങ്ങൾ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമായിട്ട് ഇത് മാറും. കയറ്റുമതിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലേക്ക് തന്നെയാണ്. നമ്മുടെ കശുവണ്ടി അങ്ങോട്ടേക്ക് തന്നെയാണ് അയക്കുന്നത്, മത്സ്യം അങ്ങോട്ട്, ചെമ്മീൻ ഉൾപ്പെടെയുള്ളത് അയക്കുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്, സുഗന്ധദ്രവ്യങ്ങളെല്ലാം അയക്കുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്, ഹാൻഡ്ലൂം ഉൾപ്പെടെയുള്ളത് അയക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ എത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ വ്യാപാര പ്രതിസന്ധി കേരളം ഉൾപ്പെടെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇന്ന് ഏതൊരു പത്രത്തിൽ കണ്ടു, മുട്ട കിടക്കുകയാണ് നേമക്കല്, 20 കോടി രൂപയുടെ മുട്ട കെട്ടിക്കിടക്കുകയാണെന്നാണ്. കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് 120 കോടി രൂപയുടെ മുട്ട കച്ചവടം നടക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ മുട്ട എന്താ ഇത്ര വലിയ പ്രധാനമായിട്ട് വരുന്നത്? മുട്ട പോലും അമേരിക്കയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതവിടെ സ്റ്റക്കായി കിടക്കുകയാണെന്നാണ് ഇവൻ പറഞ്ഞത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇതൊന്നും പ്രതിഫലിക്കില്ല എന്ന് പറയാൻ സാധിക്കും. നല്ല പോലെ പ്രതിഫലിക്കും, സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. അതിന് സാമ്പത്തികമായ പിന്നോക്കം പോക്കിനെ സംബന്ധിച്ചുള്ളതിന്റെ കണക്കെല്ലാം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 1% കുറയുമെന്നാണ് GDP സംബന്ധിച്ചിടത്തോളം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം അത് കുറേയും കൂടി വിപുലീകരിക്കപ്പെട്ട് രാജ്യങ്ങളും സാമ്രാജ്യത്വത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമായിട്ട് എങ്ങനെയാണ് രൂപപ്പെടുക എന്നൊന്നും ഇപ്പോഴും പറയാൻ സാധിക്കില്ല. ഏതായാലും സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ ശക്തിയായ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്താണ് നമ്മളുള്ളത്. തീവ്ര വലതുപക്ഷം നല്ലപോലെ മുൻപന്തിയിൽ വരികയും ചെയ്തിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി ഇതിന്റെ ഒപ്പം ചേർത്ത് വേണം ഇന്ത്യയെ കാണാൻ. ഇന്ത്യ തീവ്ര വലതുപക്ഷം തന്നെയാണ്. പക്ഷേ തീവ്ര വലതുപക്ഷത്തിന്റെ സാമ്പത്തിക നിലപാടിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഇവിടെ മതം കൂടി ചേർത്തിരിക്കുകയാണ്, വർഗീയത. അതാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുറേയും കൂടി, അതായത് വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ നമ്മളിതാ 3-ാം സ്ഥാനത്തേക്ക് 4-ാം സ്ഥാനത്ത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നോട്ടേക്ക് പോകുന്നത്. GDP പറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ എല്ലാം പിന്നോക്കാവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ അഭിമുഖീകരിക്കുന്ന ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മതം ഉൾപ്പെടെ ഉപയോഗിച്ച് എങ്ങനെ വർഗത്തെ, നിലവിലുള്ള അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന വർഗത്തെ സംരക്ഷിക്കാനാവും എന്ന കാര്യം തന്നെയാണ് ട്രംപ് അവിടെ ആലോചിക്കുന്നത് പോലെ ഇവിടെ ആലോചിക്കുന്നത്. ഈ ഇരട്ട ചുങ്കം എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ട് ആഭ്യന്തര കമ്പോളത്തിന്റെ വികസനം അതിന്റെ ഒപ്പം തന്നെയുള്ള മുദ്രാവാക്യമാണ്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമല്ല, ചുങ്കം ചോദ്യം മാത്രമല്ല, ചുങ്ക ഇത്രയും വലിയ ഒരു ചുങ്കത്തിലേക്ക് പോയാൽ നമുക്ക് കയറ്റി അയക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഇടയ്ക്ക് ഇറക്കുമതി ചെയ്യാനും അത് ആഭ്യന്തര കമ്പോളത്തെ അവർക്ക് നിയന്ത്രിക്കാനും അതിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും കഴിയും. ആത്യന്തികമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സാമ്രാജ്യത്വ അനുകൂലമായ നിലപാട് തന്നെയാണ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ട്രംപിന് ഭ്രാന്തുള്ളതുകൊണ്ടൊന്നുമല്ല. ട്രംപിന് ഭ്രാന്താണെന്ന് നമുക്ക് തോന്നുകയാണ്. ആ ഭ്രാന്ത് സാമ്രാജ്യത്വ ഭ്രാന്താണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ വിഷയം മതം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മതരാഷ്ട്രവാദം. മതം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതത്തെയല്ല ഞാൻ കാണുന്നത്, മതരാഷ്ട്രം തന്നെയാണ്. മതരാഷ്ട്രവും മതവും തമ്മിൽ വ്യത്യാസമാണ്. മതമല്ല മതരാഷ്ട്രം, ഹിന്ദു അല്ല ഹിന്ദുത്വ. ഹിന്ദുത്വ എന്നുള്ള പദം 1923 സവർക്കർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട്, അതിന്റെ പ്രത്യയശാസ്ത്രം ഉള്ളടക്കം വിശകലനം ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് 1923. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിന്ദു അല്ല ഹിന്ദുത്വ.
ഹിന്ദുത്വ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കൃത്യമായ വർഗീയമായ വിഭജനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രം സൃഷ്ടി തന്നെയാണ്. ഇനിയിപ്പോഴും നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴെല്ലാം പറയാറുണ്ട് 1925 RSS ആരംഭിച്ചത്, 2025 അവർ ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കുന്നു. പക്ഷേ RSSനെയും സംഘപരിവാറിനെയും കൃത്യമായിട്ട് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും പറയുന്ന പോലെ ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല, ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. നമ്മൾ പ്രഖ്യാപനവും കാത്തിരിക്കുകയാണ്. പക്ഷെ അവർ പറയുന്നത് ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. 1000 ആണ്ടുകളായിട്ട് അങ്ങനെയാണെന്നാണ്. ആ വിശകലനങ്ങളാണ് ഇപ്പോഴും ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സയൻസ് മേഖലയായാലും ചരിത്ര മേഖലയായാലും ഏത് മേഖലയിലും ഇപ്പോഴും അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ചരിത്രവും സയൻസും രൂപപ്പെടുത്തി പറയുന്നതിന് വേണ്ടി കുറേ ആളുകളുണ്ട്. ഒരു ചരിത്രവും നോക്കിയിട്ടല്ല, ഒരു സയൻസും നോക്കിയിട്ടല്ല, അതെല്ലാം ഞാൻ ഈ പറഞ്ഞ വർഗീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിശദീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ആസൂത്രിതമായ നീക്കം ആരംഭിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലം മുതൽ എങ്ങനെയാണ് ഓരോരോ വിഭാഗത്തെ വിഭജിക്കാനാവുക, വിഭജിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവുക എന്ന കാര്യം അവരാലോചിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ 35 പണ്ഡിതന്മാരായിട്ടുള്ള മുസ്ലിം നേതൃത്വം ബ്രിട്ടീഷുകാരെ കാണുന്ന സിംല കേന്ദ്രീകരിച്ച് ഒരു പ്രമേയവുമായിട്ട് പോകുന്നു. ആ പ്രമേയവുമായിട്ട് പോയപ്പോഴാണ് ബ്രിട്ടീഷുകാരാദ്യമായി മത വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. മതപ്രാതിനിധ്യം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാം എന്ന മതവിഭാഗങ്ങളെ പരസ്പരം രാഷ്ട്രീയ ആയുധങ്ങളാക്കി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് തന്നെ രൂപം കൊള്ളുന്നത്. ഈ ഒരു ഓഫറാണ്, ബ്രിട്ടീഷുകാരുടെ ഓഫറാണ്. അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് വിവിധ പേരുകളിൽ ഹിന്ദു സംഘടനകളും രൂപപ്പെട്ടത്. ഈ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഹെഗ്ഡേവാർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നത്. മുൻഷി ഉൾപ്പെടെ ഇവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണ്. മഹാത്മാഗാന്ധി ആ ഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. ഏതാണ്ട് 5 വർഷക്കാലം ശക്തിയായിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തന്നെ നടത്തിയപ്പോഴാണ് ഹെഗ്ഡേവാർ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി, ഇനി ഇവരെ ഉപയോഗിച്ച് ഒരു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റാനാവില്ല എന്ന ധാരണ വന്നു. മാത്രമല്ല, മുസ്ലിങ്ങളെ നേരിടുക മാത്രമല്ല, അംബേദ്കർ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ വിഭാഗങ്ങൾ കൂടി സജീവമായിട്ട് രംഗത്തേക്ക് വന്നു. സവർണർക്കെതിരായിട്ട്, ബ്രാഹ്മണ്യ നിലപാടുകൾക്കെതിരായിട്ട്. ഇതെല്ലാം ഒരേ ഘട്ടത്തിൽ നടക്കുകയാണ്. അപ്പോൾ പിന്നെന്താ വഴി? സംരക്ഷണം ലഭിക്കണമെങ്കിൽ, ബ്രാഹ്മണ്യ നിലപാടിന് സംരക്ഷണം നൽകണമെങ്കിൽ സവർണ വിഭാഗത്തിന്റെ പ്രത്യേക സേന വേണം. 2 കൊല്ലം മുമ്പ് 1925 മുമ്പേ തുടങ്ങിയതിൻ്റെ പ്രവർത്തനങ്ങൾ, കായിക പരിശീലനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഹെഗ്ഡേവാറും അതുപോലെ തന്നെ മുൻഷി ഉൾപ്പെടെയുള്ളവർ പല പേരുകളിൽ സംഘടന രൂപീകരിച്ചു. അതെല്ലാം ചേർന്നാണ് 1925 RSS രൂപീകരിക്കുന്നത്. RSS രൂപീകരിക്കുന്നത് ഒരു അർദ്ധ സൈന്യം ഇന്ത്യയിൽ സവർണാധിപത്യത്തിന് വേണ്ടി അത്യാവശ്യമാണ് എന്ന ചരിത്രബോധത്തിൽ നിന്ന് തന്നെയാണ് അവര്. അല്ലാണ്ട് ഒരു ദിവസം ഉണ്ടായ ഒരു സുപ്രഭാതത്തിലുണ്ടായിട്ടുള്ള ബോധോദയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല RSS രൂപീകരിച്ചത്. ഈ പിന്നണി നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മുസ്ലിങ്ങൾക്ക് നേരെ ശക്തിയായ കടന്നാക്രമണം നടത്താൻ കഴിയുന്ന ഒരു അർദ്ധ സൈനിക വിഭാഗം ഹിന്ദുക്കളിൽ, പ്രത്യേകിച്ച് സവർണ വിഭാഗങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ധാരണയുണ്ട്. കാരണം ഈ RSS രൂപീകരിക്കുന്ന നേതൃത്വം കൊടുത്തവരെല്ലാം ബ്രാഹ്മണ നിലപാടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. പങ്കെടുത്ത 6 ആളുടെ പേരും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കല്ല കടക്കുന്നത്.
ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ ഇതിനെയൊക്കെ കൃത്യമായിട്ട് പ്രത്യശാസ്ത്രപരമായിട്ട് തന്നെ, അത് ഗോൾവാൾക്കർ ആയാലും അതിനു മുമ്പ് ഈ പറയുന്ന സവർക്കർ ആയാലും അതുപോലെ തന്നെ അതിൻ്റെ സാവക നേതാക്കന്മാരുൾപ്പെടെ ഇറ്റലിയിലൊക്കെ പോയി മുസോളിനിയോടൊക്കെ സംസാരിച്ച് വന്നവരാണ് മുൻപേ. എന്തായിരിക്കണം നമ്മുടെ സംഘടനാ രീതി, എന്തായിരിക്കും നമ്മുടെ പ്രത്യശാസ്ത്രമായ കാഴ്ചപ്പാട് എന്നെല്ലാം ഇവരെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിച്ചു തന്നെയാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യ 1000 ആണ്ടുകളായിട്ട് ഒരു ഹിന്ദുത്വ രാജ്യമാണ്. അതുകൊണ്ട് ഹിന്ദുത്വ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തേ വേണ്ടു? ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ബുദ്ധന്റെയും അതുപോലെ തന്നെ ജൈനന്റെയും ഒക്കെ കാര്യങ്ങൾ, അതൊക്കെ അവർ സന്ധി അന്ത്യാറാണ്. അതെല്ലാം ഇന്ത്യയുടെ ഭാഗം തന്നെയായിട്ട് വന്നതാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ അല്ലാതെ ഏതാന്നാ? അല്ലാതെ അവർ പറഞ്ഞു ദേവസ്ഥാനം ഇവിടെയല്ലെന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളുമാണ്. അവരുടെ പുണ്യസ്ഥാനം കേരളമല്ല, അത് ഇന്ത്യയല്ല. അവരുടെ പുണ്യം അങ്ങനെ തന്നെ അവർ എഴുതിയത്. അന്ന് മുതൽ എഴുതി തുടങ്ങി, 23 മുതൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. അവരുടെ പുണ്യസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിലാണ്. നമുക്കറിയില്ല, ഇപ്പോൾ ഹമാസിനെ പറ്റിയെല്ലാം പറയുമ്പോൾ, പലസ്തീനെ പറ്റിയെല്ലാം പറയുമ്പോൾ അവിടെയൊക്കെയാണല്ലോ ഈ രണ്ടിൻ്റെയും കേന്ദ്രമായിട്ട് നമ്മൾ കാണുന്നത്. അവർ തന്നെ കാണുന്നു. ബെത്ലഹേം ഉൾപ്പെടെ ജെറുസലേമും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പുണ്യസ്ഥാനം ലോകത്തിന്റെ വിവിധ മേഖലയിലാണെന്നും ഇന്ത്യയിലല്ലെന്നും പ്രഖ്യാപിക്കുന്ന മുസ്ലിമും ക്രിസ്ത്യാനിയും ഒഴിച്ച്, പിന്നെയോ മാർസം യൂറോപ്പിന്റെ മേഖലയിൽ നിന്ന് കടന്നു വന്നെയാണ്. അതും ഇവിടെ ഉള്ളതല്ല. അതുകൊണ്ട് മാർക്സിസ്റ്റുകാർ ഇതാ 3 കാര്യം. ആഭ്യന്തര ശത്രുവാണ് എന്ന് വെറുതെ പ്രഖ്യാപിച്ചതല്ല. ഈ 3 ആഭ്യന്തര ശത്രുവാകുന്നത് ഇവർക്ക് വേര് ഇവിടെയല്ല. മാർക്സത്തിനും അതല്ല, ഇസ്ലാമിനുമല്ല, ക്രിസ്ത്യാനിക്കുമല്ല. അവരുടെ വേര് വേറെയാണ്. അതുകൊണ്ട് എന്ത് വേണം? അവരെ ആഭ്യന്തര ശത്രുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തെ സംരക്ഷിക്കണം എന്നാണ്. ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്നല്ല. ഹിന്ദു രാഷ്ട്രം ഉണ്ട്, നിലവിൽ ഹിന്ദു രാഷ്ട്രമാണ്. ശരി, നിലവിലുള്ളത് ഹിന്ദു രാഷ്ട്രമാണ്. പിന്നെയോ അതിൻ്റെ അകത്ത് ഈ പറയുന്ന വിഭാഗത്തെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട് വന്നതിനെല്ലാം നമ്മൾ ഉൾക്കൊള്ളും. അതിലെനിക്ക് പ്രയാസമില്ല. അപ്പോഴെന്താ? അങ്ങനെ അല്ലാതെ എത്രയാ? അങ്ങനെ അല്ലാതെ ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ അധ്യായം തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഇത് 3 ആഭ്യന്തര ശത്രുക്കളാണ്. ഇതിനെന്ത് വേണം? ഇല്ലാണ്ടാക്കണം, നിഗ്രഹിക്കണം. ഇനി നിഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭാഗവാക്കായി 2ാം പൗരന്മാരോ 3ാം പൗരന്മാരെയോ പോലെ ജീവിച്ചു കൊള്ളണം. ഇതാണ് RSS, ഇതാണ് സംഘപരിവാർ, ഇതാണ് വർഗീയ വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്ന വർഗീയവാദം, എന്നാൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് നിലവിലുള്ളത്, ആ ഹിന്ദു രാഷ്ട്രത്തിന്റെ വെളിയിലേക്ക് പോകേണ്ടവരെ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടവരെ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഹിന്ദു രാഷ്ട്രം സമ്പുഷ്ടപ്പെടുത്താൻ നമ്മളെല്ലാവരും രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് RSSകാർ മുന്നോട്ടേക്ക് വെക്കുന്ന അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അവിടെ കന്യാസ്ത്രീകൾക്ക് നേരെ കടന്നാക്രമം വന്നിരിക്കുന്നു. അപ്പം പുറപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കേക്കും കൊണ്ട് പുറപ്പെട്ടു. നിങ്ങളെല്ലാം ഇടപെട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. അപ്പോഴാണ് ഒഡീഷയിൽ നിന്ന് വേറെ വരുന്നത്. അവിടെ കന്യാസ്ത്രീ മാത്രമല്ല, അച്ഛന്മാരെയും തല്ലുകയാണ്. പോലീസ് പിടിക്കുക മാത്രമല്ല, അവരെ തന്നെ കൈകാര്യം ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഒഡീഷയിലെ കഥ നമുക്കറിയാലോ. ഇന്ത്യയുടെ പല ഭാഗത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാലോ. അത് ഒറ്റപ്പെട്ട ഒന്നല്ല, പ്രത്യശാസ്ത്രപരമായ കടന്നാക്രമമാണെന്ന് മനസ്സിലാക്കാതെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് ക്രിസ്ത്യാനിക്കെതിരായിട്ട്, മുസ്ലിമിനെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന RSSന്റെ സംഘപരിവാറിന്റെ കടന്നാക്രമങ്ങളെല്ലാം അടിസ്ഥാനപരമായ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളാണ് എന്ന് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ആയാലും ക്രിസ്ത്യാനിക്ക് ആയാലും കേക്ക് കൊടുത്തിട്ടൊന്ന് സോപ്പിട്ടിട്ട് കാര്യം നിർവഹിക്കാൻ പറ്റുന്നതല്ല. അതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. ഇപ്പോൾ ഛത്തീസ്ഗഡ് കഴിയുമ്പോൾ തൽക്കാല ആശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് പള്ളി അവിടെ ആളുകൾ അങ്ങോട്ടേക്ക് പോയത്.
RSSന്റെ കേന്ദ്രത്തിലേക്ക് പള്ളിയിൽ നിന്ന് അച്ഛന്മാരെല്ലാം ഘോഷയാത്രയായിട്ട് പോയി കേക്ക് മുറിച്ച് സന്തോഷം. ഈ സന്തോഷം പറയുന്നത് കൃത്യമായിട്ട് അടിസ്ഥാനം മനസ്സിലാക്കാതെ കൊണ്ടാണ്. ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല, മാത്രമല്ല ഇതെല്ലാം ശക്തിയായിട്ട് തുടരാൻ പോവാണ്. വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ശക്തിപ്പെടാൻ പോവാണ്. അങ്ങനെ വരുന്ന ഇന്ത്യയിൽ, ഞാനിത് ഇനി നീട്ടി വിശദീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭരണാധികാരിയായി നരേന്ദ്രമോദിയും സംഘപരിവാർ വിഭാഗവും ഇപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നവ ഫാസിസ്റ്റിക് രീതി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നത് ഒന്നുകൂടി ചൂണ്ടിക്കാണിച്ചു ഇത് അവസാനിപ്പിക്കുക. ഇപ്പോൾ ഭരണഘടനാപരമായ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കൃത്രിമം നടത്തിയിട്ടാണ് എന്ന് ഇപ്പോഴും ബാംഗ്ലൂരിന്റെ കൃത്യമായ തെളിവ് വെച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് മറുപടി ഒന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കൃത്യമായ മറുപടി പറയേണ്ടിയാണ്. പറയട്ടെ, 25 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കൃത്രിമം നടത്തിയിട്ടാണെന്നാണ്. ആ കൃത്രിമം നടത്തിയത് എവിടെയൊക്കെയാ? പല മേഖലയിലും കൃത്രിമം നടത്തിയിട്ടുണ്ട്. തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അവസാനം വോട്ടർ ലിസ്റ്റിലാണ്. 25,000-നും 30,000-നും ഇടയിൽ ജയിച്ചു പോയ മണ്ഡലങ്ങളുണ്ട്. അത് ആ മണ്ഡലത്തിന്റെ എണ്ണാണ് 25. എന്നാൽ ഒറ്റ മണ്ഡലത്തിൽ തന്നെ 33,000 വോട്ടിന്റെ കൃത്രിമം നടന്നതിനെ പറ്റിയാണ് ബാംഗ്ലൂരിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞത്. നല്ല പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഗൗരവമുള്ള പരിശോധന വേണം. പക്ഷേ ഗൗരവമുള്ള പരിശോധനയ്ക്ക് തയ്യാറില്ല. എന്തുകൊണ്ടാ? ഇവിടെയാണ് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികാരം ഉപയോഗിച്ച് എങ്ങനെ മെല്ലെ മെല്ലെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് കുതിറിച്ചാടി പുതിയ ഫാസിസത്തിന്റെ തലത്തിലേക്ക് നീങ്ങാം എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം പറയാൻ പോകുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ വെച്ചാണ്. അതിപ്പോ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, CBI ഉണ്ട്, ED ഉണ്ട്, CAG ഉണ്ട്. ഒരുപാട് സ്വതന്ത്രമായി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോഴ് അർദ്ധ സൈന്യം 1925 RSS രൂപീകരിക്കുമ്പോൾ അവർ ഉപയോഗിച്ച പദമാണത്, അർദ്ധ സൈന്യം. ആ സൈന്യത്തിന്റെ പിടിയിൽ മിക്കവാറും അവർന്നു നിൽക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ. ജുഡീഷ്യറിയുടെ നല്ലൊരു ഭാഗം, ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് പുതിയ ജഡ്ജിമാരെ തീരുമാനിക്കപ്പെട്ട് വരുന്നത് ആരൊക്കെയാ? BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ. ജഡ്ജിയായാൽ എന്തായിരിക്കും അവസ്ഥ? ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നിശ്ചയിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് കൂടി പങ്കെടുത്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കേണ്ടത്. ഒരു നിയമം മാറ്റി ചീഫ് ജസ്റ്റിസ് വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അമിത്ഷാക്കും അതേപോലെ തന്നെ നരേന്ദ്രമോദിക്കും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാം. അവർ രണ്ടാളും തീരുമാനിച്ചാൽ പിന്നെ ആരെയും തീരുമാനിക്കുക? അവർക്ക് രണ്ടുപേർക്കും ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാമെന്ന് ഭരണഘടനാപരമായിട്ട് അവർ നിയമം മാറ്റം വരുത്തി. ചീഫ് ജസ്റ്റിസിനെ അതിൽ നിന്ന് ഒഴിവാക്കി. അവർക്ക് അനവസരം ഉണ്ടാവും തോന്നുന്നു എല്ലാവരെയും ഒഴിവാക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശരി. അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പിടിയിൽ അമർന്നു ഏത് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അങ്ങനെ പൂർണ്ണമായ പിടിയിൽ അമർന്നാൽ അതെന്തായി? അത് പാർലമെന്ററി ജനാധിപത്യമെല്ലാം പോയി നവ ഫാസിസത്തിലേക്ക് ഭരണകൂടം എത്തിച്ചേരുകയാണ്. ഇപ്പോഴും ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ നവഫാസിസത്തിലേക്ക് എത്തിയെന്ന് ഞാൻ പറയുന്നില്ല, അതിലേക്കാണ് യാത്ര. ഇന്ത്യയിലെ മതവർഗീയതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമാവുക എന്നുള്ളതല്ല, ഇന്ത്യ ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രമാവുക എന്നതിലേക്കാണ് ഈ നീക്കം. രണ്ടും വ്യത്യാസമുണ്ട്. മതരാഷ്ട്രമാവുക എന്നുള്ളതും ഒരു ഫാസിസ്റ്റിക് രീതിയിലേക്ക് RSS ആണ് അതിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത്. അത് അവസാനം പുതിയ ഫാസിസത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ്. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം.
ഇവിടെയാണ് മതത്തെപ്പറ്റി, വിശ്വാസത്തെപ്പറ്റി, വർഗീയതയെപ്പറ്റി ഒക്കെ നമ്മൾ സൂക്ഷ്മമായ തലത്തിൽ അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ വർഗീയതക്കെതിരായ പോരാട്ടം എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം. കമ്മ്യൂണിസ്റ്റ് ആവാം, കോൺഗ്രസ് ആവാം, ഏത് രാഷ്ട്രീയക്കാരനും ആവാം. ഹിന്ദുത്വ അജണ്ട ഞങ്ങൾ പണ്ടേ നടപ്പിലാക്കിയിട്ടുള്ളതാണ്, അതൊന്നും കൂടി സമ്പുഷ്ടപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപരമായ കാര്യങ്ങൾ കൂടി ചേർത്ത് അർദ്ധ സൈനിക വിഭാഗമായ RSSന്റെയും 19ഓളം വരുന്ന അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന സംഘപരിവാറിൻ്റെയും ഒപ്പം നിർത്തി ഈ ഇന്ത്യയെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസിസ്റ്റ്, പുതിയ ഫാസിസ്റ്റ്, നവ ഫാസിസ്റ്റ് ഭരണകൂട സംവിധാനത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കേണ്ടുന്ന വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, യുക്തിവാദികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയും വൈരുദ്ധ്യാത്മക ഭൗതികവാദികളെയും എല്ലാം ചേർത്ത് ഈ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനാവുമോ? ഒരു സംശയവുമില്ല, ആവൂല. നമ്മൾ ആവാതെ കാര്യം ഇങ്ങനെ വിശദീകരിച്ച് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ആവൂല. എന്തുകൊണ്ടാ? അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നെന്താ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കണം. പിന്നെയോ മനുസിദ്ധാന്തം അവർ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഭരണഘടന. ഈ ഭരണഘടന പറ്റില്ല. ഇതിലൊക്കെ യൂറോപ്യൻ സ്വാധീനമുണ്ട് എന്നാണ്. യൂറോപ്പ് ഒന്നും പറ്റില്ല, അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റാത്തത്. അപ്പൊ ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ അതിന് ഇന്ത്യയിൽ എന്ത് കൃത്രിമം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വലിയ ജനവിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. ഈ അശ്ലീലപരമായ നിലപാടിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ നേടാൻ സാധിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ വിശ്വാസികളെ കൂടി വർഗീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസി വർഗീയവാദിയല്ല, വർഗീയവാദിക്ക് വിശ്വാസവും ഇല്ല എന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുക? ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ, കേരളം മാത്രമല്ല ഇന്ത്യൻ പരിതസ്ഥിതിയിൽ, വർഗീയത നവഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ തലത്തിലേക്ക് ഉയർന്ന ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത കൈകാര്യം ചെയ്യുന്ന RSSനും സംഘപരിവാർ വിഭാഗങ്ങൾക്കും വർഗീയതക്കുമെതിരായി നമുക്കെന്താണ് ചെയ്യാനാവുക? ഇവിടെയാണ് വിശ്വാസികളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയേണ്ടത്. എല്ലാ വിശ്വാസങ്ങളെയും മതത്തെയും എല്ലാം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് ക്ലിയർ ആയിട്ടുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന, ശാസ്ത്രീയമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കഴിവുള്ള കുറച്ച് ആളുകൾ മതിയോ? അല്ല, വർഗീയവാദികളല്ലാത്ത വിശ്വാസി സമൂഹം ഉൾപ്പെടെയുള്ള അതിവിപുലമായ ഒരു ജനവിഭാഗത്തെ അണിനിരത്തി വർഗീയതയെ പ്രതിരോധിക്കാനാകുമോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഞാൻ ഉറപ്പിച്ചു പറയാണ്, ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ വർഗീയതക്കെതിരായി നിൽക്കാൻ തയ്യാറുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത്, അതായത് വർഗീയവാദി അല്ലാതെ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയവാദികൾക്കെതിരായ ശക്തിയായ പോരാട്ടം നമ്മൾ നടത്തണം. അത് താഴെ തലത്തു നിന്ന് ആരംഭിക്കണം. ഇപ്പോൾ ക്ഷേത്രം ഉൾപ്പെടെയുള്ള, സ്ഥാനം ഉൾപ്പെടെയുള്ള, കോട്ട ഉൾപ്പെടെയുള്ള, കാവ് ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെയും മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിന്റെ തന്നെ പല ഭാഗത്തും RSSകാരും സംഘപരിവാർ വിഭാഗവും നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വർഗീയവാദികളല്ല ഭൂരിപക്ഷം വിശ്വാസികളും. അപ്പോൾ വിശ്വാസികൾ തന്നെ കൈകാര്യം ചെയ്യണം അമ്പലവും അതുപോലെ തന്നെ സ്ഥാനങ്ങളും കോട്ടവും കാവല്ലം. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി ഇതിനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അർത്ഥത്തിൽ മതരാഷ്ട്ര സിദ്ധാന്തത്തിനെതിരായി വർഗീയതയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും അതുപോലെ തന്നെ ഫെഡറലിസത്തിന്റെയും എല്ലാം കൃത്യമായ ബദൽ ഈ രാജ്യത്ത് അവതരിപ്പിച്ച് ചേർക്കാവുന്ന മുഴുവൻ ജനങ്ങളെയും ചേർത്ത് ഈ ഫാസിസ്റ്റിക് രീതിയിലേക്ക് നീങ്ങുന്ന RSSനെയും സംഘപരിവാറിനെയും ഭരണകൂടം മെല്ലെ മെല്ലെ ഭരണകൂട സംവിധാനത്തെ പൂർണ്ണമാക്കി ആ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ നിലപാടിനെയും ശക്തിയായിട്ട് പ്രതിരോധിച്ചില്ല എങ്കിൽ ഇന്ത്യ നവഫാസിസ്റ്റ് ഭരണകൂടമായിട്ട് വളരെ വേഗം മാറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിന് അതിവിപുലമായ രീതിയിൽ
കേരളം മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം അതിശക്തിയായ ഒരു ജനകീയ പ്രസ്ഥാനം വർഗീയതക്കെതിരായിട്ട്, വർഗീയ വിഭജനത്തിനെതിരായിട്ട് നടക്കേണ്ടതുണ്ട്. അത് നടക്കുമ്പോൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്ന ഇതിന്റെ കൗണ്ടർ, അതാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്ര സിദ്ധാന്തം വെച്ച് മുന്നോട്ടേക്ക് പോകുന്നവർ. അതിന്റെ ഒപ്പം ചേർന്ന് തന്നെ ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് കാസയും പുറപ്പെട്ടിട്ടുണ്ട്. ഈ മൂന്നിനെയും ശക്തിയായിട്ട് നേരിടേണ്ടി വരും. പക്ഷെ അപകടകരമായ രീതിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ മുദ്രാവാക്യം തന്നെയാണ്. ഇപ്പൊ തന്നെ ഹിന്ദുത്വ രാഷ്ട്രമാണിത് എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന RSSന്റെയും BJPയുടെയും വിഭാഗത്തിന് നേരെ എതിരായി ശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാനാവണം. എന്നാൽ ഇവരെ പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ്. ലോകത്ത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ എല്ലാ സാധാരണ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിയമം ഇവിടെ കാണുക. ലോകത്ത് എവിടെയായാലും ആരെങ്കിലും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഒരു വിഭാഗം ജയിക്കുകയും മറ്റൊരു വിഭാഗം തോൽക്കുകയും ചെയ്യും, ഇല്ലേ? ഇപ്പൊ സാധാരണ ഗെയിംസിൽ, അതുപോലെ തന്നെ അത്ലറ്റ്സ് ഉൾപ്പെടെ എല്ലാറ്റിലും എടുത്ത് പരിശോധിച്ചാൽ ചിലർ ജയിക്കും, ചിലർ തോക്കും. എല്ലാറ്റിലും അതെ, ഏത് ടീം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. എന്നാൽ രണ്ട് വർഗീയ ശക്തികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി ജയിക്കുകയോ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി തോൽക്കുകയോ ചെയ്യില്ല. പിന്നെന്താ ചെയ്യാ? രണ്ട് വർഗീയ ശക്തികളും ആ വർഗീയ സംഘർഷത്തെ അടിസ്ഥാനപ്പെടുത്തി ശക്തി പ്രാപിക്കുക ചെയ്യുക. പരസ്പരം ശക്തിപ്പെടുന്നതാണ് വർഗീയ സംഘർഷം. ലോകത്ത് എവിടെയായാലും അതെ, ഇന്ത്യയിലും അതെ, കേരളത്തിലും അതെ. RSSന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഓരോ പടവും പഠിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പഠനങ്ങളുണ്ട്, പുറത്തു വന്നിട്ടുണ്ട്. എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. വർഗീയ ശക്തികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുക, എന്നിട്ട് വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുക. അങ്ങനെ ശക്തിപ്പെടുമ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കാട് ശക്തിപ്പെടാൻ കൂടുതൽ അവസരം. ഇത് മനസ്സിലാക്കാതെയാണ് ന്യൂനപക്ഷ വർഗീയവാദികളും രംഗത്ത് വരുന്നത്. അങ്ങനെ പരസ്പരം ശക്തിപ്പെടുന്ന വർഗീയ ശക്തികളായിട്ടാണ് നമുക്ക് വർഗീയ ശക്തികളെ കാണാനാവുക. അവിടെയെല്ലാം ഏകോപിതമായ രീതിയിൽ പരസ്പര ബന്ധത്തോടുകൂടി ഇടപെട്ട് വർഗീയ സംഘർഷത്തെ ഇല്ലായ്മ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുണ്ട്. കാരണം ഇല്ലെങ്കിൽ സ്വത്ത് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി ഭിന്നിച്ചു പോകും. തൊഴിലാളി വർഗ പ്രസ്ഥാനം ഉണ്ടാവില്ല, ഓരോന്നായിട്ട് വിഭജിക്കും. നായരും അതുപോലെ തന്നെ പട്ടികജാതിയിൽ ഓരോ ജാതിയും ഓരോരോ ജാതിയായിട്ട് സ്വത്തുമായിട്ട് മാറും. ഈ സ്വത്വമായിട്ട് സംഘടിപ്പിച്ച് പിന്നീട് അവരെ വർഗീയമായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗീകരിച്ച രാഷ്ട്രീയ നിലപാട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് നിലവിലുണ്ട്. ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. രണ്ട് വർഗീയതയെയും ശക്തിയായിട്ട് നമ്മൾ എതിർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഹിന്ദു ജനവിഭാഗത്തിന്റെ അകത്ത് തന്നെ ഓരോരോ വിഭാഗത്തെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട്, സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്വബോധം പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധിക്കുന്നതല്ല. സ്വത്വബോധത്തെ വർഗബോധമാക്കി രൂപപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. സ്വത്വ രാഷ്ട്രീയത്തിലേക്ക്, സാമ്രാജ്യത്വ മുതലാളിത്ത രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയല്ല വേണ്ടത്. ഒരുപാട് വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഏതായാലും ഇതെല്ലാം ഗൗരവത്തോടുകൂടി കണ്ട് അതിവിപുലമായ വർഗീയ വിരുദ്ധ പ്രസ്ഥാനം, ഇതിന്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെഡറലിസത്തിന്റെ പ്രശ്നമുണ്ട്, ജനാധിപത്യത്തിന്റെ പ്രശ്നമുണ്ട്, പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രശ്നമുണ്ട്, ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ആഴത്തിലുള്ള പഠനത്തിലൂടെ അതിവിപുലമായ ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമുക്ക് ഹിന്ദു രാഷ്ട്ര നിലപാടിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവില്ല. ഇല്ലെങ്കിൽ അപകടകരമായ പുതിയ ഫാസത്തിലേക്കാണ് ഈ രാജ്യം നീങ്ങുന്നത് എന്ന ഗൗരവപൂർവ്വം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ഇതുപോലുള്ള സെമിനാറുകളും പരിപാടികളും ഒക്കെ നാട്ടിന്റെ നാനാഭാഗങ്ങളിലും വിശദീകരിച്ച് നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് മുൻകൈയെടുത്ത കേൾവട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തെയും അതിന്റെ നേതാക്കന്മാരെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.